പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിവിധ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ നേടിയ താങ്കളെ ഊഷ്മളമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ 90% വിദ്യാർത്ഥിനികളും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവരാണ് കാണാൻ സാധ്യത. കാരണം തമ്പനയില്ല അങ്ങനെയാണ്. പക്ഷേ ഒരു 10% പേർ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാം എന്നുള്ള അർത്ഥത്തിൽ ചിലർ വന്ന് ഒളിഞ്ഞു നോക്കുന്നവരും ഉണ്ടായിരിക്കും. ആ ഭാഷയിൽ തന്നെയാണ് നമുക്ക് പറയുക. അപ്പുറത്തെ ക്ലാസ്സിൽ എന്ത് നടക്കുന്നു എന്ന് ഫ്രീ ക്ലാസ്സിലുള്ളവർ ഒരു ആകാംക്ഷയുണ്ടാവുമല്ലോ, അത് തന്നെയാണ്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, തിടുക്കമുള്ളവർ ദയവ് ചെയ്ത് പൊയ്ക്കോളൂ. ഇത് ഇത്തിരി ആഴത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തയ്യാറായി, എല്ലാ പ്രക്രിയയും കഴിഞ്ഞു, അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. ഇനി അതിനുള്ള ഒരു ഇൻഫർമേഷൻസ് കിട്ടേണ്ടതുണ്ട്. ഇൻഫർമേഷൻ ഓക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നോട്ട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ നിങ്ങൾ അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കൺഫർമേഷൻ വന്നിട്ടില്ല, ചിലപ്പോൾ ഡിസ്ക്രിപ്പൻസി ആയിരിക്കും. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് തുടങ്ങാം, വളരെ ഭംഗിയായിട്ട് തുടങ്ങാം. ഒരു ഇഗ്നോ ലേണർ എന്താണ് സത്യത്തിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇഗ്നോ ലേണർ അറിഞ്ഞിരിക്കേണ്ടത്, ആരാണ് ഈ ഇഗ്നോ ലേണർ? ഒന്നാമതായി പറയട്ടെ, ബി പ്രൗഡ്, അഭിമാനിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ അവസരം ദൈവം തന്നതിന്. പലരും പറയും, അയ്യോ ഇഗ്നോയിലാണോ നീ? ഒട്ടും ശങ്കിക്കരുത്. യെസ്, ഇഗ്നോയിലാണ് ഞാൻ എന്നുള്ള ആ ഒരു പ്രൗഡ് നിങ്ങളുടെ അഭിമാനം ഉണ്ടായിരിക്കണം. ദുരഭിമാനമല്ല, അഭിമാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഇഗ്നോയെ പറ്റി കൂടുതൽ നമുക്ക് അറിയണം. പ്രത്യേകിച്ച് അറിയേണ്ട ചില സംഗതികൾ, വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഉണ്ട്. അവ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. എന്താണ് അതിലെ ആഴത്തിൽ? നമ്മെ പിടിച്ചു നിൽക്കാൻ, നമ്മെ നിയന്ത്രിക്കാൻ, നമുക്ക് വേണ്ട എല്ലാ ഇടങ്ങേറുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ദയവ് ചെയ്ത് അവരിൽ നിന്നൊക്കെ ഓടി മാറിപ്പോവുക. നിങ്ങൾ വളരെ സുരക്ഷിതമായ മേഖലകളിലാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ആ സുരക്ഷിതമായ ഒരു ഉറപ്പിൽ നമുക്ക് നമ്പർ 1 യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് താങ്കൾ ഉള്ളത് എന്ന് നന്നായി മനസ്സിലാക്കുക. ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയുടെ കൈകളിലാണ് താങ്കൾ ഉള്ളത് എന്ന് വളരെ നന്നായി മനസ്സിലാക്കുക. ഇഗ്നോ അഡ്മിഷൻ നേടിയവർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിർബന്ധമായും മനസ്സിലാക്കി വയ്ക്കുക. ഇഗ്നോയിലെ അഡ്മിഷൻ നേടിയവരും അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നവരും അതിന്റെ പ്രോസസ്സിംഗിൽ ഉള്ളവരുമാണ് ഇതിൽ കൂടുതൽ ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. ഒരു ബേസിക് ഇൻഫർമേഷൻ ക്ലാസ്സിലേക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഒന്ന് തയ്യാറാക്കി വിടുമല്ലോ, ആ കോളേജിലേക്ക് പോകുമ്പോൾ, ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്നുള്ള ആ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ രസകരമാണ് ഇഗ്നോയിലെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ചിത്രമേ അല്ല സത്യത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വാളയാറിന്റെ അപ്പുറത്ത്, മൂന്നാറിന്റെ അപ്പുറത്ത്, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയുടെ അപ്പുറത്ത്, ഇവിടെ എല്ലാം തന്നെ കർണാടക, തമിഴ്നാടിന്റെ ഒക്കെ പരിധികളാണ്. ഓക്കെ, ഇരിട്ടി, കൂട്ടുപുഴ, അതിന്റെ കുറച്ച് അപ്പുറത്ത്, അവിടെ വേറെ ഒരു പ്രത്യേക മോഡലാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അവർ ഇപ്പോഴും തന്നെ കറസ്പോണ്ടൻസ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിലാണ്. സത്യത്തിൽ എഡ്യൂക്കേഷൻ 5 ജനറേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ക്ലാസ് ആണ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ആര് ചോദിച്ചാലും അന്തസ്സോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് താങ്കളിൽ ഉണ്ടാവണം. 5 ജനറേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്.
ഒന്ന് ഫസ്റ്റ് ജനറേഷൻ കറസ്പോണ്ടൻസ് മോഡൽ എന്നാണ്. കറസ്പോണ്ടൻസ് എന്നുള്ളത് പറഞ്ഞാൽ കത്തിടപാടുകൾ എന്നാണ് അർത്ഥം. ഒരു ഇഗ്നോ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് കത്തിടപാടുകളിലൂടെ യൂണിവേഴ്സിറ്റിയെ വിവരം ധരിപ്പിക്കുക. യൂണിവേഴ്സിറ്റി ഒരു കൂട്ടം ഇൻഫർമേഷൻസ്, ബണ്ടൽസ്, ബുക്സ്, നോട്ട്സ് നിങ്ങൾക്ക് കത്തിടപാടുകളിലൂടെ നൽകുക. നിങ്ങൾ അതിന്റെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ എഴുതിയിട്ട് തിരിച്ച് പോസ്റ്റ് ചെയ്തിട്ട് കത്തിടപാടുകളിലൂടെ തന്നെ യൂണിവേഴ്സിറ്റിയെ അറിയിക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിലേറ്റഡ് ടെക്നോളജി. ഈ പോസ്റ്റ് ഓഫീസിലൂടെ കത്തിടപാടുകളിലൂടെ നടന്നിരുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തത്. അതായത് പ്രിന്റ് മെറ്റീരിയൽ ആയിരുന്നു അവിടെ മുഴുവനും ലഭിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ദ മൾട്ടിമീഡിയ മോഡലാണ്. എം ക്യൂബ്ഡ് എന്ന് പറയാം. ദ മൾട്ടിമീഡിയ മോഡൽ. അവിടെ പ്രിന്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന ഓഡിയോ ടേപ്പ്, വീഡിയോ ടേപ്പ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ്, കമ്പ്യൂട്ടർ ആക്സസ്ഡ് ലേണിംഗ് എന്ന് പറയാം, കമ്പ്യൂട്ടർ മോഡൽ ലേണിംഗ് എന്നും പറയാം, CML CAL എന്നുള്ള രൂപത്തിൽ. അതുകൂടാതെ ഇന്ററാക്റ്റീവ് വീഡിയോ ഡിസ്ക് എന്നുള്ളത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡിസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഡിസ്കിന്റെ മെത്തേഡിൽ ചെയ്തിരുന്ന ഒരു സംഭവം. പിന്നീടാണ് തേർഡ് ജനറേഷൻ എന്നുള്ള രൂപത്തിൽ ടെലി ലേണിംഗ് മോഡൽ വന്നത്. അവിടെ ഓഡിയോ ടെലികോൺഫറൻസിംഗ് ഉണ്ടായിരുന്നു, വീഡിയോ ടെലികോൺഫറൻസിംഗ് ഉണ്ടായിരുന്നു, ഓഡിയോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു, ബ്രോഡ്കാസ്റ്റ് TV, ആകാശവാണി പോലെ തന്നെ ഗ്യാൻ വാണി, ഗ്യാൻ ദർശൻ, റേഡിയോ ആൻഡ് ഓഡിയോ ടെലികോൺഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ജനറേഷനും, പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ചാമത്തെ ജനറേഷനുമാണ്. ഓക്കെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ ദ ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡലാണ്. ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡൽ അതായത് ഇന്ററാക്റ്റീവ് മൾട്ടിമീഡിയ, IMM എന്ന് പറയും. ഇന്ററാക്റ്റീവ് മൾട്ടിമീഡിയ അതായത് നമ്മൾ ഗ്യാൻ ദർശനിലൂടെ, ദൂരദർശനിലൂടെ, അതുപോലെ തന്നെ ഈ പാഠശാലയിലൂടെ, ഈ ഗ്യാൻ ഘോഷിലൂടെ, അത്തരത്തിലുള്ള ടെലികോൺഫറൻസസിലൂടെ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് ഇൻഫർമേഷൻസ്, വേൾഡ് വൈഡ് വെബിലൂടെ, ആ ഇന്റർനെറ്റ് ആക്സസ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ്, CMM എന്ന് പറയുന്ന രീതി. അഥവാ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, അതിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നു, അതിൽ യൂട്യൂബ് കാണുന്നു, ഫേസ്ബുക്ക് കാണുന്നു, ഇൻസ്റ്റഗ്രാം കാണുന്നു, ലൈവ് ക്ലാസ്സുകൾ കാണുന്നു, ഓഡിയോ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നു. ഇങ്ങനെയുള്ളതെല്ലാം കൂടിയിട്ടുള്ള ഒരു മൾട്ടിമീഡിയ ഇന്ററാക്ഷൻസ് ആണ് ഫോർത്ത് ജനറേഷൻസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ചാമത്തെ ജനറേഷൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നതാണ്. ആദരണീയനായ ബഹുമാന്യനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് വരാൻ പോകുന്നു. അതിന്റെ നോഡൽ ഏജൻസിയായി ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെയും UGCയെയും ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഈ അഞ്ചാമത്തെ ജനറേഷനിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ഈ സെക്കൻഡ് ജനറേഷൻ മൾട്ടിമീഡിയ മോഡൽ, അത് ഈ പറയുന്ന രൂപത്തിൽ മുമ്പുണ്ടായിരുന്ന ടേപ്പ്, കാസറ്റ്, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. ഇപ്പോൾ ജസ്റ്റ് ഡിഗ്രിക്കുള്ളതല്ല, ഒരു 25-30 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു ഡിഗ്രി ഹോൾഡർക്കോ PG ഹോൾഡർക്കോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ച്, അതുപോലെ തന്നെ വീഡിയോ പ്ലെയർ VCD എന്നൊക്കെ പറയും, അത് ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡായിരുന്നു ഉണ്ടായിരുന്നത് മുമ്പ് ഉണ്ടായിരുന്ന തേർഡ് ജനറേഷൻ. ഫോർത്ത് ജനറേഷനിലെ ഉള്ളതാണ് ഈ ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡൽ, ഇന്ററാക്റ്റീവ് റേഡിയോ, ഓഡിയോ വീഡിയോ, ടെലികോൺഫറൻസിംഗ് തുടങ്ങിയ ആ ഒരു മേഖലയിലൂടെ കടന്നുപോയിരുന്നു. ഫിഫ്ത്ത് ജനറേഷൻസ് എന്ന് പറയുന്നതാണ് ദ ഇന്റലിജന്റ് ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇന്റലിജന്റ് ആണ്, അവിടെ ഇന്ററാക്റ്റീവ് മൾട്ടിമീഡിയയാണ്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ്, മെഷീൻ ലേണിംഗ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ ലേണിംഗിന്റെ ആ ഒരു സാങ്കേതികമാണ്. ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ആശയം, ഏകദേശം 30 കോടിയോളം സ്റ്റഡി മെറ്റീരിയൽ ഇന്ന് നമുക്ക് ഈ പാഠശാലയിൽ ലഭിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ, വൺ ലൈബ്രറി എന്നുള്ളതിൽ നമുക്കിത് ലഭ്യമാണ്. ഇതെല്ലാമാണ് താങ്കളുടെ പഠന പ്രക്രിയ എന്ന് മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ മുഴുവനും നടക്കുന്നത്. മാത്രമല്ല ഓട്ടോമേറ്റഡ് റെസ്പോൺസസ് സിസ്റ്റം ആണ് ഇവിടെ ഫുള്ളി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ഫ്ലെക്സിബിൾ ലേണിംഗ് മെത്തേഡാണ്, അഴകുള്ളതാണ്, വഴക്കമുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാവുന്നതാണ്. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിന് പകരം നമുക്ക്
ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള സന്ദർഭത്തിൽ, ഇഷ്ടമുള്ള സ്ഥലത്ത് വച്ച് നമുക്ക് പഠന പ്രക്രിയയിലേക്ക് പോകാവുന്ന ഒരു മഹത്തായ ആശയമാണ്. ഈ കൂടുതൽ ഈ സംഗതികളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ വൺ എലോൺ മെത്തേഡ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കണം. അതാണ് ടീച്ചർ സ്റ്റുഡന്റിനോട് പറഞ്ഞു കൊടുക്കുന്ന വൺ എലോൺ മെത്തേഡ്. 1-to-1 മെത്തേഡ്, ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ള ഒരു പ്രയോഗം പണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1-to-many മെത്തേഡ് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. 1-to-many എന്നുള്ളത് ഒരു അധ്യാപകൻ 50 കുട്ടികളോട് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ആശയം മൊത്തം മാറുകയാണ്. ഒരു അധ്യാപകൻ, ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ എംനോട്ട്സിന്റെ ലീഡർഷിപ്പില് താങ്കളുടെ അടുത്തേക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരുന്നു. താങ്കൾ ഒരു 5 ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. ഉദാഹരണത്തിന് ഡിഗ്രി കുട്ടികൾ തന്നെ ഉണ്ട്, ഡിഗ്രിയിലെ സയൻസ് കുട്ടികളുണ്ട്, ആർട്സ് കുട്ടികളുണ്ട്, കൊമേഴ്സ് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ PGയിലെ സയൻസ് കുട്ടികളുണ്ട്, ആർട്സ് കുട്ടികളുണ്ട്, കൊമേഴ്സ് കുട്ടികളുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികളുണ്ട്. അങ്ങനെ ഉള്ളതിൽ തന്നെ ആർട്സിൽ തന്നെ 2-3 വിഭാഗത്തിലായി മാറി. ഇങ്ങനെ മാറിയിട്ടുള്ളവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന ഒരു പഠന പ്രക്രിയ. ഒരു അഡ്മിൻ, ആ അഡ്മിന്റെ ചുവട്ടിൽ ഒരു 5, 6, 10 കോ അഡ്മിന്മാർ, ആ കോ അഡ്മിന്മാരുടെ രൂപത്തിൽ സഹകരണ പഠനം അഥവാ കോഓപ്പറേറ്റീവ് ലേണിംഗ്, അങ്ങനെ കൊടുക്കൽ വാങ്ങൽ. അധ്യാപകന്റെ വേഷത്തിൽ വിദ്യാർത്ഥിയിൽ തന്നെ 5 പേർ ഒരു ഗ്രൂപ്പായി ഇരിക്കുന്നു, 10 പേർ ഒരു ഗ്രൂപ്പായി ഇരിക്കുന്നു. ഒരാൾ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നു, അത് അയാൾ പറഞ്ഞു കൊടുക്കുന്നു മറ്റുള്ളവർക്ക്, മറ്റുള്ളവർ അതേപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്യുന്നു. മറ്റൊരാൾക്ക് ഇതുപോലെ വേറെ ഒരു അവസരം കിട്ടുന്നു, അയാൾ ഇതുപോലെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, ലോകം മുഴുവനും അത് കാണുന്നു. അതൊരു മൾട്ടി ഡൈവേർജന്റ് എന്നുള്ള, അപ്പോൾ ദ 1-to-many മെത്തേഡ് എന്നുള്ളതിൽ നിന്ന് ദ many-to-many മെത്തേഡിലേക്ക് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ടീച്ച്, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ടീച്ച് ആൻഡ് ലേൺ അറ്റ് ദ സെയിം ടൈം അക്കോർഡിംഗ് ടു ദ കമ്പ്യൂട്ടർ കോൺഫറൻസിംഗ് paradigm for discussions, groups, case studies, debate and so on. ഈ ശാസ്ത്രീയമായ പ്രോഗ്രാം കഴിഞ്ഞ സെഷൻ മുതൽ എംനോട്ട്സ് അവതരിപ്പിക്കുന്നു. എംനോട്ട്സിൽ ഏകദേശം 900-ൽ പരം വീഡിയോസ് ഉണ്ടായി. ആ 900-ൽ പരം വീഡിയോയിൽ നിങ്ങൾ പലപ്പോഴും കണ്ടോളൂ, അകത്തേക്ക് പോയി നോക്കിക്കോളൂ. എംനോട്ട്സിലെ വീഡിയോസിലെ അധ്യാപകനാകുന്ന ഞാനോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരോ ആരെങ്കിലും കുട്ടികളുമായി, പഠിതാക്കൾ, ഇഗ്നോയിലെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അവർക്ക് ക്ലാസ്സുകൾ, അവരുടെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നു, അതിന് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് പ്രോഗ്രാം. ഒപ്പം തന്നെ ഒരു കോ അഡ്മിൻ ആയിട്ടുള്ള മറ്റൊരാൾ നമ്മൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നു. നമ്മളപ്പോൾ ഒരു പാസീവായിട്ട് നമ്മൾ നിൽക്കുന്നു, അവരെ ഡോമിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒരു സ്റ്റുഡന്റ് അതിന്റെ അകത്തേക്ക് കയറി നിന്ന് ഒരു അധ്യാപകന്റെ കോട്ടണിഞ്ഞ് ക്ലാസ് എടുക്കുന്നു. അങ്ങനെ മനോഹരമായ ഈ ഒരു many-to-many മെത്തേഡ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത്. ഇനി സത്യത്തിൽ ഒരു യഥാർത്ഥ ഒരു വിദ്യാർത്ഥി, ഒരു ഇഗ്നോ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായി പറയുന്നു. പേപ്പർ, പേന ഉപയോഗിച്ച് ദയവ് ചെയ്ത് എഴുതിയെടുക്കുക. പേപ്പറും പേനയും ഉപയോഗിച്ചുകൊണ്ട് ദയവ് ചെയ്ത് എഴുതിയെടുക്കുക. ഒന്ന്, നിങ്ങൾ നിർബന്ധമായും 2 സംഗതികൾ ഫോളോ ചെയ്യണം. 2 സംഗതികൾ ഫോളോ ചെയ്യണം. ഒന്ന്, ഇഗ്നോയുടെ വെബ് അഡ്രസ് കൃത്യമായി ഫോളോ ചെയ്യണം. ഇഗ്നോയുടെ സൈറ്റ് കൃത്യമായി ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ എംനോട്ട്സ് നിർബന്ധമായും ഫോളോ ചെയ്യണം. എംനോട്ട്സിലൂടെ ടെലഗ്രാം ചാനലുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള യൂട്യൂബ്, എംനോട്ട്സിന്റെ യൂട്യൂബ് ഉണ്ട്. ഈ 3 എണ്ണത്തിലൂടെയും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഓരോ ദിവസവും നമുക്ക് ലഭ്യമാണ്. ആ ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് കഴിയുന്നത്ര വേഗത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുക. എല്ലാം പഠനപരമായ കാര്യങ്ങൾ അധ്യാപകർ നമ്മുടെ മുമ്പിൽ തരുന്നു, ടെക്സ്റ്റ് മെറ്റീരിയൽ നമ്മുടെ മുമ്പിൽ തരുന്നു. ആ ടെക്സ്റ്റ് മെറ്റീരിയൽ തരുന്നതിലുപരി ഇവിടെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. വെറുതെ ഒരു അക്കാഡമിക് മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് ഡിസ്കസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻ കിട്ടാൻ ഒന്നിലോ സ്റ്റഡി സെന്ററിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ റീജിയണൽ സെന്ററിന്റെ അടുത്തേക്ക് പോകണം. ആ സ്റ്റഡി സെന്ററിന്റെ അടുത്തേക്ക് പോകാനും റീജിയണൽ സെന്ററിന്റെ അടുത്തേക്ക് പോകാനും ഉള്ളതിന് പകരം താങ്കൾക്ക് എംനോട്ട്സ് ഫോളോ ചെയ്താൽ തന്നെ കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു പാരലലായി
ഓതന്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററും റീജിയണൽ സെന്ററും തന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലലായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിൽ മറ്റൊരാളുടെയും പൈതൃകം പിതൃത്വം ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്. എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള ആണ് ഇതിന്റെ ഒരു ഉപജ്ഞാതാക്കൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ നന്നായി അറിയണം. അതിന് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യമേ അഡ്മിഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർ നിർബന്ധമായും 2 മാസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തിടുക്കം വെക്കരുത്. ഒരു കാരണവശാലും ഈ മാസങ്ങളിൽ തിടുക്കം വെക്കരുത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുത്തത് ലഭിക്കാനായിരിക്കും. പലരും സഹായിക്കുന്ന കേന്ദ്രങ്ങളെ വളരെ നീചമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ പലരും പല തരത്തിലുള്ള ഇടങ്ങേറുകൾ ഉണ്ടാക്കുന്നു. അത് ഒരിക്കലും പാടില്ല. നിങ്ങളുടെ സേഫ്റ്റി നല്ലതാണ്, സുരക്ഷിതത്വം നല്ലതാണ്, കാര്യഗൗരവം നല്ലതാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലെവലിലേക്ക് ചിലപ്പോൾ വർത്തമാനം പറഞ്ഞാൽ നിങ്ങളുടെ രീതി മൊത്തം അവതാളത്തിലാവും. എത്രയോ കുട്ടികൾ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള നിലക്ക് എന്നോട് വന്ന് പലപ്പോഴും പറയാറുണ്ട്, സാർ ഒരു കോമൺ സർവീസ് സെന്ററിൽ പോയപ്പോൾ എനിക്ക് ഇന്ന അബദ്ധം പറ്റി സാർ, എനിക്ക് അത് കിട്ടിയില്ല സാർ, എനിക്ക് ഇത് കിട്ടിയില്ല സാർ, എൻ്റെ ഇത് തെറ്റിപ്പോയി, എനിക്ക് ഞാൻ എടുക്കേണ്ട കോഴ്സിന് പകരം 2 കോഴ്സ് അഥവാ 2 സബ്ജക്ട് എടുക്കുന്നതിന് പകരം 6 സബ്ജക്ട് എടുക്കേണ്ട അവസ്ഥ വന്നു. ഇനി ഞാൻ ഈ 3 കൊല്ലത്തിലും കൂടി ഈ 12 സബ്ജക്ട് ഞാൻ പഠിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഞാൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആർട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? BA ജനറലിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓണേഴ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? ജനറിക് കോഴ്സസ് എന്തൊക്കെയാണ്? പ്രോജക്റ്റ് ഇല്ലാതെ തന്നെ അറബിക്ക് MA ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചർച്ചകളും ചിന്തകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടിയിട്ട് സബൂർ ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സബൂറായി ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾക്ക് എന്നോട് സൗമ്യമായി ചോദിക്കാം. ഇത്തിരി പ്രായമുള്ള ആളുകളാണ്. പെട്ടെന്ന് തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ രാപ്പകലില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ ചെറിയ തരത്തിലുള്ള ട്യൂൺ വ്യത്യാസം വരുന്നു എങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ ഇത്തിരി കൂളായിട്ട് ഓക്കെ സാർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിൽക്കുക. നിങ്ങൾ ഓവർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരു കാരണവശാലും ഉണ്ടാകരുത്. കാര്യം നടക്കേണ്ടത് നിങ്ങൾക്കാണ് എന്നുള്ളത് ബോധ്യം മനസ്സിലാക്കുക. സൗജന്യമായിട്ടാണ് എല്ലാം ഇത് നൽകുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഇമെയിലിൽ കറക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പോയിന്റ് നമ്പർ 1, ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല എന്ന് കണ്ടാൽ ഉടനെ കയറി ചാടി പുറപ്പെട്ട് അയ്യോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് പോകരുത്. ക്ഷമയോട് ഈ 2 മാസം ക്ഷമയുടെ മാസമാണ്. അത് പ്രത്യേകം ഓർക്കുക. ഈ 2 മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ക്ഷമയുടെ മാസമാണ്. അഡ്മിഷൻ കഴിഞ്ഞ സെക്കൻഡിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇനിയും അഡ്മിഷൻ പൂർത്തിയായിട്ടില്ല. അഡ്മിഷൻ പൂർത്തിയാകാൻ ഇനിയും മാസങ്ങളുണ്ട്. അഡ്മിഷൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വേറെയും ഒഫീഷ്യലി ഇതുണ്ടെങ്കിലും തന്നെ സ്ക്രൂട്ടിനി നടത്തേണ്ടതുണ്ട്. ഒരു അധ്യാപകൻ പരമാവധി ഒരു ദിവസം എത്ര പേരുടെ ഡാറ്റകൾക്ക് ഒരു ഉദ്യോഗസ്ഥന് എത്ര ഡാറ്റ വെരിഫൈ ചെയ്യാൻ കഴിയും? പരമാവധി വന്നാൽ ഒരു 100 ഡാറ്റ വെരിഫൈ ചെയ്യാൻ പറ്റും. ഒരു പഠന കേന്ദ്രത്തിൽ 3000 കുട്ടികളാണ് കഴിഞ്ഞ സെഷനിൽ വന്നിരിക്കുന്നത്. ജൂലൈ 2021 3000 കുട്ടികളാണ് ഒരു പഠന കേന്ദ്രത്തിൽ. ഇപ്രാവശ്യം നമ്മളത് 4000 പ്രതീക്ഷിക്കുന്നു. ഒരു പഠന കേന്ദ്രത്തിൽ 4000 പ്രതീക്ഷിച്ചാൽ കേരളത്തിൽ ഉള്ള 60 പഠന കേന്ദ്രത്തിൽ ഏകദേശം എത്ര വന്നിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 1 ലക്ഷം കുട്ടികളെങ്കിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 1.5 ലക്ഷം 2 ലക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 1 ലക്ഷം കുട്ടികളെങ്കിലും ഉണ്ടാവും. ഈ 1 ലക്ഷം കുട്ടികളുടെ ഡാറ്റ വെരിഫൈ ചെയ്യാൻ 3 മാസം സമയമെടുക്കും. 3 മാസം സമയമെടുക്കും. അത് 2 മാസം എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് സബൂറായിരിക്കുക. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് ഇപ്പൊ കൊച്ചി റീജിയണൽ സെന്ററിലേക്ക് ഡാറ്റ കിട്ടുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു. വടകര സെന്ററിലേക്ക് ഡാറ്റ കിട്ടുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു. തിരുവനന്തപുരത്തിലേക്ക് ഡാറ്റ കിട്ടും. തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിലുള്ള കുറച്ചും കൂടി ഉണ്ട്. പിന്നെ കേരളത്തിലുള്ള പലരും ഞാൻ അടക്കം പറയുന്ന വലിയ ഇന്റർനാഷണൽ കോഴ്സസ് നാമമാത്രമായ ഫീലുള്ളത് പലരും ബാംഗ്ലൂരിലെ
നോയിഡയില്, ഡൽഹിയില്, അവിടുന്നൊക്കെ അഡ്മിഷൻസ് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മറ്റ് സെന്ററുകളിൽ, ഇവിടെ ഇല്ലാത്ത സെന്ററുകൾ, തുടക്കത്തിൽ നമ്മുടെ MA അറബിക്ക് ബാംഗ്ലൂരിലായിരുന്നു തുടക്കത്തിൽ എടുത്തു കൊടുത്തിരുന്നത്. അന്നേ മുബാറക് മാസ്റ്റർ പറഞ്ഞിരുന്നു 3 പ്രപ്പോസൽസ് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. വടകര റീജിയണൽ സെന്ററിലും, കോഴിക്കോട് നമ്മുടെ കൊച്ചിൻ റീജിയണൽ സെന്ററിലും, തിരുവനന്തപുരം റീജിയണൽ സെന്ററിലേക്കും ഓരോ സ്റ്റഡി സെന്ററിന് വേണ്ടി ഞങ്ങൾ നേരിട്ട് റെപ്രസെന്റേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുക. ഇനിയും സ്റ്റഡി സെന്റേഴ്സ് അറബിക്കിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ BA അറബിക്കിനും വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഭാഷകളും നല്ല സ്വരച്ചേർച്ചയുള്ള സംസ്കൃതത്തിന്റെ, ഹിന്ദിയുടെ, ഉറുദുവിന്റെ, ഇംഗ്ലീഷിന്റെ, അതുപോലെ ഇപ്പൊ അറബിയുടെ, അങ്ങനെ എല്ലാ സംസ്കാരങ്ങളും ഒന്നിക്കുന്ന ആ ഒരു പാരമ്പര്യം നമ്മുടെ ഇഗ്നോ എന്നല്ലാതെ മറ്റ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്? അപ്പോൾ വളരെ നന്നായി നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇമെയിലിലെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. ഇമെയിലിൽ തെറ്റുണ്ട് എങ്കിൽ തിരുത്തുക. ഇമെയിലിൽ തെറ്റ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വാട്സാപ്പിലെ മൊബൈലില് SMS കൃത്യമായിട്ട് വരുന്നുണ്ട്, വാട്സാപ്പ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നെല്ലാം ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുബാറക് മാസ്റ്റർ നൽകുന്ന നമ്പറിൽ നിർബന്ധമായും എനിക്കൊരു വാട്സാപ്പ് അയച്ചിട്ട് ഇത്തിരി ക്ഷമയോടുകൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ തരും, പക്ഷെ ഇപ്പൊ തന്നെ തരണം എന്ന് ദയവ് ചെയ്ത് പിടിവാശി പിടിക്കരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരിക്കും. ഇനി രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് സാർ ഇപ്പൊ തന്നെ ഞാൻ ബുക്ക് എടുത്തോട്ടെ, ചിലർ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോ ഇഗ്നോയെ പറ്റിയുള്ള അക്കാഡമിക് മാറ്റേഴ്സ് അറിയുന്നതിന് മുമ്പ് ഇഗ്നോയെ പറ്റിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. എങ്കിൽ അക്കാഡമിക് മാറ്റർ സിമ്പിൾ ആയിട്ട് പോകും. അഡ്മിനിസ്ട്രേഷൻ മാറ്റർ അറിയില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ? കൃത്യമായി നോട്ട്സ് ഫോളോ ചെയ്യുക. ഒരു ദിവസം 2 വീഡിയോ വെച്ചെങ്കിലും നിങ്ങൾ കാണുക അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് കിട്ടാൻ വേണ്ടി. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വാട്ട് ഈസ് എ ക്രെഡിറ്റ്? ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനമാണ്. 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറുതെ വായന മാത്രമല്ല. വായന, എഴുത്ത്, അസൈൻമെന്റ് എഴുത്ത്, കൂട്ടുകാരുമായിട്ട് പഠന വിഷയങ്ങൾ സംസാരിക്കൽ, അധ്യാപകരുമായി പഠന വിഷയങ്ങൾ സംസാരിക്കൽ, സ്വയമേ ചിലത് ഗവേഷണം നടത്തൽ, കണ്ടെത്തൽ, ഇതെല്ലാം തന്നെ പഠന മേഖലയിലാണ്. മൾട്ടിമീഡിയ ഡിവൈസസ് www വെച്ചിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 5th ജനറേഷനും 4th ജനറേഷനും നമ്മൾ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ അതിന് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോ ഇമെയിൽ ചെക്ക് ചെയ്യുക, SMS ചെക്ക് ചെയ്യുക, ഐഡന്റിറ്റി കാർഡ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. യൂസർ നെയിം പാസ്വേഡ് അറിഞ്ഞു വെക്കുക. അറിഞ്ഞില്ല എങ്കിൽ മിണ്ടാതിരിക്കുക. യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് വരും. യൂസർ നെയിം പാസ്വേഡ് വന്നത് പ്രകാരം നിങ്ങൾ അത് ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുക. ഇപ്പൊ ആ യൂസർ നെയിം പാസ്വേഡിന്റെ പിന്നിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ പോയി നോക്കരുത്. അതാണ് ഇതിലെ ഇന്നത്തെ പരിപാടിയിലെ പ്രധാന വിഷയം. യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ അകത്തേക്ക് പോയിട്ട് അയ്യോ ഞാൻ എന്നെ ഒന്ന് കണ്ടോട്ടെ, എന്റെ ഫോട്ടോ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് പോയാൽ അവിടെ യു ആർ നോട്ട്, ഞാൻ പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് പറയുന്നത്, താങ്കളുടെ ഡാറ്റ ഇവിടെ കാണാനില്ല എന്ന് കാണും. അത് മുബാറക് മാസ്റ്ററിലൂടെ നോട്ട്സിലൂടെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, എവിടുന്ന് അഡ്മിഷൻ എടുത്താലും അവിടെ കാണുന്നത്. എത്രയോ പേര് എന്നോട് ചോദിക്കുകയാണ് എന്താണ് സാർ എന്ന്. അതിനുള്ള പ്രധാന കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. ഈ ഓരോ റീജിയണൽ സെന്ററുകളിലും ഓരോ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഓരോ ബാച്ച് അല്ല കേട്ടോ, പാച്ച്, PATCH, ഓരോ പാച്ച്. ഈ പാച്ചിൽ കുറച്ച് ഡാറ്റകളുണ്ട്, ഈ പാച്ചിൽ കുറച്ച് ഡാറ്റകളുണ്ട്, ഈ പാച്ചിൽ കുറച്ച് ഡാറ്റയുണ്ട്. ആ പാച്ച് മാത്രമേ അവിടെ ഫംഗ്ഷൻ ആവുകയുള്ളൂ, അവർക്ക് വർക്ക് ആവുകയുള്ളൂ. ആ റീജിയണൽ സെന്ററിലുള്ള ഒരു ഏരിയയ്ക്ക് അത് മാത്രമേ വർക്ക് ആവുകയുള്ളൂ. നമ്മളുടെ ഡാറ്റ ഏത് റീജിയണൽ സെന്ററിലേക്കാണോ പോയത് ആ റീജിയണൽ സെന്ററിൽ ആ ഡാറ്റ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ആ വർക്കാവുന്ന ഡാറ്റകൾ എല്ലാം ചേർന്ന് അഡ്മിഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതിന് ശേഷം, അതിനാണ് ഞാൻ 2 മാസം ആവശ്യപ്പെട്ടത്. അഡ്മിഷൻ കഴിഞ്ഞ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ 2ാമത്തെ മാസത്തിലാണ് ഈ ഡാറ്റകളെല്ലാം ഇഗ്നോ അതിന്റെ പ്രധാന കമ്പ്യൂട്ടറിലേക്ക്, അതിന്റെ മെഗാ കമ്പ്യൂട്ടറിലേക്ക് എല്ലാറ്റിനെയും ഒന്നിപ്പിച്ച് ഷഫിൾ ചെയ്യും.
ആ ഒന്നിപ്പിച്ച് ഷഫിൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഡാറ്റ സ്റ്റോർ ആവപ്പെടുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് എന്റെ ഡാറ്റ കാണണേ എന്ന് പറഞ്ഞ് ഒരിക്കലും ആക്രാന്തം കാണിക്കരുത്. ആക്രാന്തത്തിലൂടെ പോയാൽ അതിൽ എഴുതി വെക്കും യു ആർ നോട്ട് എൻറോൾഡ് എന്ന് കാണും. അത് കണ്ട് ഉടൻ തന്നെ ഷോക്ക്, അയ്യോ ആരെങ്കിലും എന്നെ പറ്റിച്ചോ, ആ കോമൺ സർവീസുകാരൻ എന്നെ പറ്റിച്ചോ, അല്ലെങ്കിൽ ഈ താടിക്കാരൻ കഷണ്ടിക്കാരൻ എന്നെ പറ്റിച്ചോ, അല്ലെങ്കിൽ ആ സ്റ്റഡി സെന്ററുകാരൻ എന്നെ പറ്റിച്ചോ, ആരെങ്കിലും നിങ്ങൾക്ക് അറിയാതെ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനോട് ഞാൻ കൊടുത്തിരുന്നല്ലോ, അങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ സബൂർ നിങ്ങളത് എവിടെയും പോയിട്ടില്ല. ഇതെല്ലാം വളരെ സെക്യൂർ ആയിട്ടുള്ള മണി ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോട് കൂടിയിട്ട് സബൂർ ആകണം എന്ന് പറയുന്നവരാണ് ഈ ഇടങ്ങേറുകൾ കൂടുതലും കാണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രായം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഘടകമാണല്ലോ. യൗവനം, ഒരു തിളപ്പ്, അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ നിർബന്ധമായും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ടെക്സ്റ്റ് മെറ്റീരിയൽസും അഡ്മിനിസ്ട്രേഷൻ മാറ്റർ ആണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ പഠന സംബന്ധമായുള്ള ബുക്കുകൾ നിർബന്ധമായും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കും. സോഫ്റ്റ് കോപ്പി നിങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡീഷണൽ ബുക്കുകൾ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു പോം വഴി ഉണ്ട്. ബുക്കായിട്ട് തന്നെയോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മുബാറക് മാസ്റ്ററോട് ചോദിച്ചോളൂ. അതിനുള്ള ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായും അതിനെ എല്ലാറ്റിനും മരുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിനല്ല. പക്ഷെ ഇവിടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ക്ഷമയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക. തിടുക്കം വെക്കരുത്. എല്ലാറ്റിനും ഒരു ക്ഷമയുണ്ട്. ഓക്കെ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലെ അധ്യാപകരും കുട്ടികളും എന്നെ വിളിച്ചിരുന്നത് സ്പീഡ് മാൻ എന്നാണ്. താങ്കളെ പോലെ തന്നെ ഞാനും സ്പീഡ് ഉള്ളതാണ്. ഒരേ മൾട്ടി ടാലന്റഡ് വർക്കാണ് ഒരേ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാര്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സംഗതികൾ ചിലപ്പോൾ നിങ്ങൾ മിനിറ്റ് കൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ വിഷമിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് സംഘടിപ്പിക്കണം. അറിയില്ല എങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ അതിന്റെ മെത്തേഡ് പറഞ്ഞു തരാം. പ്രോഗ്രാം ഗൈഡ്, പ്രോസ്പെക്ടസ് മനസ്സിലാക്കിയിരിക്കണം. പ്രോസ്പെക്ടസ് മനസ്സിലാക്കിയിരിക്കണം. ബ്ലോക്ക് വൈസ് യൂണിറ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. പ്രോഗ്രാം ഗൈഡും കൂടാതെ പ്രോജക്റ്റ് ഗൈഡ് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് ചോദിച്ചോളൂ, കൃത്യമായി ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതിനെപ്പറ്റി പറഞ്ഞാൽ 30 മിനിറ്റ് അതിൽ തന്നെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചോളൂ പറഞ്ഞു തരാം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആർച്ചീവ്ഡ് വീഡിയോസ് ഇപ്പോൾ ലഭ്യമാണ്, സ്വയംപ്രഭ ചാനലിൽ ലഭ്യമാണ്. അത് എങ്ങനെ കാണാം എന്നുള്ളത് വിവിധ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് മെറ്റീരിയൽസ്, ഈ ഗ്യാൻ ഘോഷ് ടെക്സ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എം നോട്ട്സിലുണ്ട്. അത് വാച്ച് ചെയ്തോളൂ. ഡെയിലി 2 എം നോട്ട്സ് വീഡിയോസ് വാച്ച് ചെയ്താൽ തന്നെ ഈ 2 മാസം താങ്കൾ ഒരു ഉത്തമ ലേണർ, ഡിജിറ്റൽ ലേണർ ആയി മാറും. ഒരു ഒന്നാം തരം ഡിജിറ്റൽ ലേണർ ആയിട്ട് താങ്കൾ മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, നമ്മൾ ഇനി തയ്യാറാക്കുന്ന സംഗതികളെ ഈ അഡ്മിഷൻ പ്രക്രിയയുടെ ഇടയിൽ തന്നെ അടുത്ത ഞായറാഴ്ച കേട്ടോ, അതെല്ലാവരും നോട്ട് ചെയ്യണേ, വരുന്ന ഞായറാഴ്ച നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. എം നോട്ട്സിന്റെ വക, എം നോട്ട്സ് വക ഓൺലൈനിൽ മീറ്റിംഗ് ഉണ്ട്. ഗൂഗിൾ മീറ്റ് ആണ്. അതിൽ 100 പേർക്കല്ലോ, 1000 പേരാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പ്രോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ FAQ, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുക. ഒരാൾ ഒരു ചോദ്യം ഉന്നയിക്കുക, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്തരം പറയും. വേറെ ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് വേറെ ഒരാൾ ഉത്തരം പറയും. അങ്ങനെ പല ചോദ്യങ്ങൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉത്തരം വരുത്തുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പല ഗ്രൂപ്പുകളാക്കി നമ്മൾ തരംതിരിക്കും. ഓരോ ഗ്രൂപ്പിലും തന്നെ ഇപ്പൊ BA സൈക്കോളജി ഗ്രൂപ്പ്, BSc മാത്തമാറ്റിക്സിന്റെ ഗ്രൂപ്പ്, അവിടെ ഒരു 10 കുട്ടികൾ, ആ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു 20 കുട്ടികൾ, ആ കുട്ടികൾ ഒരു 2 കുട്ടികൾ ലീഡർമാർ, അവർ ക്ലാസ്സുകൾ സ്വയം എടുത്തിട്ട് നമ്മൾ പരസ്പരം ഗ്രൂപ്പുകളായി പഠനം നടത്തി നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പഠന പ്രവർത്തനത്തിന് ചങ്ങാതിമാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരാളുടെയും സ്വകാര്യതയിലേക്ക് പോകുന്നില്ല. ഒരാളുടെ ഒരു കാര്യത്തിലേക്കും പേഴ്സണാലിറ്റിയെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒന്നുമില്ല. ലേണിംഗ് പ്രോസസ്സിൽ മാത്രമാണ് നമ്മൾ ഒത്തുകൂടുന്നത്.
ഓക്കെ, പഠിക്കുക എന്ന്, അതും സൗജന്യമാണ് കേട്ടോ, ഇതൊന്നും ഫീ ഉള്ളതല്ല, സൗജന്യമായിട്ടുള്ള ഈ ഒരു ഒത്തുകൂടലാണ് നമ്മളുടെ മുൻപിൽ ഉള്ളത്. ആ ഒരു ഒത്തുകൂടലിലൂടെ മനോഹരമായി നമുക്ക് പോകാം. ഈ ഞായറാഴ്ച അതിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. പ്രത്യേകിച്ച് ഓർക്കുക, അക്കാഡമിക് മാറ്റേഴ്സ് 3 മാസം കഴിഞ്ഞു വരും. 3 months. ഇപ്പോൾ ഓഗസ്റ്റ്. ഓക്കെ, 3 മാസം കഴിഞ്ഞാണ് നിങ്ങളുടെ അക്കാഡമിക് മാറ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ തന്നെ തിടുക്കം കാണിക്കരുത്. ഈ 3 മാസത്തിൽ ആദ്യത്തെ 2 മാസം താങ്കൾ ചെയ്യേണ്ടത്, ഒരു ദിവസം 2 വീഡിയോ വീതം നോട്ട്സിലെ വീഡിയോസ് കണ്ടാൽ താങ്കൾ വളരെ നല്ല ഒരു ഡിജിറ്റൽ ലേണറായി മാറും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. 2 വീഡിയോ എങ്കിലും കണ്ടിരിക്കുക. അപ്പൊ കുറെ ആശയങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ കുറെ ആശയങ്ങൾ താങ്കളിലേക്ക് വരും. മാത്രമല്ല, സ്ഥിരമായി നോട്ട്സ് ഫോളോ ചെയ്യുക. എങ്ങനെ? ടെലഗ്രാം ചാനലിലൂടെ ഫോളോ ചെയ്യുക, യൂട്യൂബിലൂടെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ കുറച്ച് പേരോട് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ എന്നും ഒരു പണവും ഇല്ല, ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് സൗജന്യമായിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ മന്ത്ലി നമ്മൾ 2 മീറ്റിംഗ് സംഘടിപ്പിക്കും. മന്ത്ലി 2 മീറ്റിംഗ് ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു മാസത്തിലെ 2 ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇത് സംസാരിക്കുന്നത് എല്ലാം തന്നെ പർപ്പസ്ഫുള്ളി നമ്മൾ അത് മനസ്സിലാക്കുന്നു. കാര്യങ്ങളെല്ലാം, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഹവർത്തിത ഗ്രൂപ്പുകൾ, ഇന്ററാക്ഷൻസ് നടത്തുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ പോയി ലേണിംഗ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ പതുക്കെ കടന്നു വന്ന് 1ാം വർഷത്തിലേക്ക് ഡിഗ്രി കുട്ടികൾക്കുള്ള 8 സബ്ജക്ട്, PG കുട്ടികൾക്കുള്ള 4, 5, 6 സബ്ജക്ട് നമ്മൾ ഒരു മാസം 1 വീതം കവർ ചെയ്ത് 6 മാസത്തിൽ അവശേഷിക്കുന്ന 7 മാസത്തിൽ 8 മാസത്തിൽ ഈ ഡിഗ്രി പ്രോഗ്രാമുകൾ ഓരോ മാസത്തിലും നമ്മൾ അത് കൃത്യമായി ടൈം ഷെഡ്യൂൾ വെച്ച് കൃത്യമായി ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നോട്ട്സ് താങ്കൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല അഡ്മിന്മാരും കോ അഡ്മിന്മാരും ഉള്ള ഒരു നല്ല ഒരു ടീം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സന്ദർഭത്തിൽ അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ഈ ഗ്യാൻ ഘോഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആർച്ചീവ്ഡ് ഡോക്യുമെന്റ്സ്, യൂട്യൂബ് മെറ്റീരിയൽസ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ബുക്കും മറ്റൊന്നും വാങ്ങിച്ച് സമയം കളയേണ്ടതില്ല. നിങ്ങൾ ഇപ്പൊ എല്ലാം തന്നെ ഡിജിറ്റൽ ലേണിംഗ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമ്മുടെ 5th ജനറേഷൻ ഡിജിറ്റൽ ലേണിംഗിലാണ് താങ്കൾ ഉണ്ടാകേണ്ടത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. സധൈര്യം, പ്രൗഡോടുകൂടി ഞാൻ ഒരു ഇഗ്നോ ലേണറാണ് എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടിയല്ലോ, ഒരു അഭിമാനത്തോടു കൂടി 10 രൂപയുടെ ചെലവ് വീട്ടുകാർക്ക് ഇല്ലാതെ, അണ്ടർലൈൻ വിത്ത് റെഡ് ഇങ്ക്, ഓക്കെ, 10 പൈസയുടെ 10 രൂപയുടെ ചെലവ് വീട്ടുകാർക്ക് കൊടുക്കാതെ താങ്കളുടെ ഡാറ്റ മാത്രം ഉപയോഗിച്ച് നോട്ട്സ് എന്നുള്ള പ്രധാന ആയുധം മുന്നിൽ വെച്ചുകൊണ്ട് താങ്കളുടെ പഠന പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുക. താങ്കൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഒരു കാര്യം വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇമെയിൽ ചെക്ക് ചെയ്യുക, SMS ചെക്ക് ചെയ്യുക, നോട്ട്സ് ഫോളോ ചെയ്യുക. വിഷ് യു ഓൾ ദ സക്സസ്. വരും ഞായറാഴ്ച നമുക്ക് കാണാം. എല്ലാ ആൾട്ടർനേറ്റീവ് സൺഡേസും ഒന്നിടവിട്ടുള്ള ഞായറാഴ്ചകളിൽ നമുക്ക് ഒത്തുകൂടലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.